ബോറ കരച്ചിൽ നിർത്തുന്നില്ല. സുഹൂക്ക് അവൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പോഴും ഇവള് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. സുഹൂക്ക് ചോദിക്കും, ഇയാൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ലോകം അവസാനിച്ചോ? അതൊന്നും ഇല്ലല്ലോ. അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവരെ വേണ്ട. ഇയാൾ തന്നെയല്ലേ പറഞ്ഞ ഇനി ആരെക്കുറിച്ചും ചിന്തിക്കത്തില്ല, സ്വന്തമായിട്ട് സ്നേഹിക്കാൻ പോവുകയാണെന്ന്. പറയുന്നത് അതുപോലെ ചെയ്യണം. ഇയാളൊരു ഡേറ്റിംഗ് കോച്ചല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ കാണിക്കുന്നത്? നമ്മളിവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരവിടെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, അതെങ്കിലും ഒന്ന് ഓർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഇവളുടെ കരച്ചിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവന് ദേഷ്യം വരും. ഇയാൾ അറ്റൻഷൻ സീക്കർ ആണോ, അതുകൊണ്ടാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ വഴക്ക് പറയും. അപ്പം ഞാൻ കരയുന്നതിന് ഇയാൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് അവളും തിരിച്ചു ചോദിക്കും. അങ്ങനെ മിണ്ടാതെ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നാളെ രാവിലെ ഡോക്ടറിനെ പോയി കാണണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ബോറ തിരിച്ചു വന്നെന്ന് ഭൂമി മനസ്സിലാക്കും. ചെന്ന് നോക്കും, പക്ഷെ അവള് റൂം അടച്ചിട്ടേക്കുവാണ്. കുറെ നേരമായിട്ടും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ തട്ടി വിളിക്കുമ്പോൾ റെസ്പോൺസ് ഒന്നുമില്ല. അവൾ അന്നേരം തന്നെ പോയി കീ എടുത്തോണ്ട് വന്ന് റൂം തുറന്നകത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ബാത്റൂമിൽ ഇവിടെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. നോക്കുന്നുണ്ടെ ദേഹത്ത് ഫുൾ വൈനാണ്. പക്ഷെ ഭൂമി വിചാരിക്കും അത് ബ്ലഡ് ആണെന്ന്. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ബോറെ വിളിക്കുന്നത്. അന്നേരത്തേക്ക് അവൾക്ക് ബോധം വരും. എന്തിനാണ് കരയുന്നത്? ഇത് വൈനാണ്, വേറെ ഒന്നുമല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ, അങ്ങനെ നീ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ ആശ്വസിപ്പിക്കും. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഞാനും അച്ഛനും അമ്മയും നിനക്കുണ്ട്, നീ വേറെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പിറ്റേ ദിവസം ഡോക്ടറിനെ കാണാനായിട്ട് പോകും. അവൾക്ക് ഒട്ടും സുഖമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ നാളായിട്ട് ഇപ്പൊ അടുപ്പിച്ച് അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൽക്കഹോളിക് ഗ്യാസ്ട്രൈറ്റിസ് ആണ്, വേറെ പേടിക്കാനൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഇനി കുടിക്കാനൊന്നും പാടില്ല, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അത്ര സിവിയർ ഒന്നുമല്ല, ഞാൻ മരുന്ന് തരാം കുറഞ്ഞോളും എന്ന് പറയും. അവൾ അന്നേരം തന്നെ സുഹൂക്കിന് മെസ്സേജ് അയക്കും. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ട് ജലദോഷമൊന്നുമല്ല, എനിക്ക് ഇന്ന അസുഖമാണ്, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ പോവും, ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ എന്നും കൂടെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ബോറ എന്നിട്ട് ജുവാന്റെ കൂടെ എടുത്ത ഫോട്ടോസ് എല്ലാം എടുത്ത് വേസ്റ്റിൽ കളയാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൻ കൊടുത്ത ഡ്രസ്സും ബാഗും മോതിരവും ജ്വല്ലറി കുറേയൊക്കെ ഉണ്ട്, അതെല്ലാം എല്ലാ സാധനങ്ങളും ഒരു കവറിലാക്കി വേസ്റ്റ് ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കും. അന്നേരമാണ് ഭൂമി എവിടേക്ക് വരുന്നത്. എന്തിനാ ഇതൊക്കെ കളയുന്നതെന്ന് ഭൂമി ചോദിക്കുമ്പോഴത്തേക്കും ഇതൊന്നും എനിക്ക് ഇനി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഭൂമിയാണ് അത് കളയാനായിട്ട് ഏൽപ്പിക്കുന്നത്. എന്നാൽ ഭൂമി ആണെങ്കിൽ ഇതൊന്നും കൊണ്ടുപോയി കളയത്തില്ല. അവൾ അവളുടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോസ് എടുക്കും. ഡ്രസ്സിന്റെയും ബാഗിന്റെയും എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇതെല്ലാം എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ്സ് ആണ്, അതെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒഴിക്കുവാണ്, ബാർഗൈനിങ് ഒന്നുമില്ല, ഈ പറഞ്ഞ പൈസയ്ക്ക് തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. സുഹൂക്ക് അവൻ വാങ്ങിച്ച റിംഗ് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് അതിന് റീഫണ്ട് കിട്ടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരുടെ പോളിസി അനുസരിച്ച് ഡയമണ്ട് അക്സസറീസിനൊന്നും റീഫണ്ട് കൊടുക്കത്തില്ല. അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കാണിച്ചു കൊടുക്കും. ഞാനത് കണ്ടായിരുന്നു, എന്നാലും വന്ന് ചോദിച്ചാണെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അവന് തിരിച്ചു കൊടുത്തയക്കും. സാങ്കിൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ മിസ് ബാങ് അവിടെ വെള്ളമൊക്കെ എടുത്ത് വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം അതിന് നല്ല ഭാരമുണ്ട്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, എന്റെ ജോലിയല്ലേ എന്നാണ് അവള് പറയുന്നത്. പക്ഷെ അന്നേരം തന്നെ ഇതിന്റെ ഭാരം കാരണം ഇവളുടെ കാലിൽ കൂടി ഇതും വീഴും, അവിടെ നിന്ന് വേറെ സാധനം തട്ടിമറിച്ചിടും, അങ്ങനെ ആകെ പ്രശ്നമാവും. എല്ലാവരും വന്ന് അവളെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് പോകുമ്പോൾ സാങ്കി നോക്കുന്നുണ്ട് ഇവൾ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് പോയി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. സുഹൂക്ക് ആണെങ്കിൽ ആരെയും കാണാനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പം അവരുമായിട്ട് പിരിഞ്ഞിട്ട് കുറച്ച് നേരമായെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അതിന് സുഹൂക്ക് മറുപടി പറയത്തില്ല. നീ ആ റിംഗ് കൊണ്ട് റീഫണ്ട് കിട്ടാനായിട്ട് പോയതാണോ എന്ന് സാങ്കിൻ ഉടനെ ചോദിക്കും. ഇവൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം, കാരണം നീ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും അതിന്റെ പൈസ നിനക്ക് തിരിച്ചു കിട്ടത്തില്ല. ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുകയും പൈസ വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷേ ഡയമണ്ട് റിങ്സിനൊന്നും അങ്ങനെ പറ്റത്തില്ല. പിന്നെ നിനക്ക് അത്യാവശ്യമാണ് അത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കൊടുത്തു നോക്കുക, ആരെങ്കിലും വാങ്ങിക്കുമെന്ന് സംഗീൻ പറഞ്ഞു കൊടുക്കും. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ബോറയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സിമിലർ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയ ആളുകളാണ്. ഞങ്ങൾക്കും ഇതേ അനുഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓരോരുത്തരുടെയും ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ അവളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയായിരുന്നു, ഇതേ അനുഭവം ബോറയ്ക്കും വന്നു എന്ന് കേട്ടപ്പോൾ സ്വാർത്ഥതയാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ബോറെ പോലെ ഒരാൾക്കും അതൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എൻകറേജ് ചെയ്യുന്ന രീതിക്കാണ് ഈ മെസ്സേജസ് എല്ലാം അയച്ചേക്കുന്നത്. ആദ്യം ഒരു ബാഗ് വാങ്ങിക്കാനാണ് പെൺകുട്ടി വരുന്നത്. അവൾ പറഞ്ഞ പൈസയ്ക്കാണ് ആ ബാഗ് വാങ്ങിക്കുന്നത്. പൈസ കിട്ടുമ്പോഴത്തേക്കും ബോമിക്ക് സന്തോഷമാവും. ബോമി എന്നിട്ട് ബസ്സിൽ കയറുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങുന്നത് കാണും. അപ്പം അവൾ അതിൻ്റെ കൂടി ടിക്കറ്റ് എടുക്കും. ജിൻഹു അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അവളും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്. അന്നേരം അവൾക്കൊരു മെസ്സേജ് വരും, അതിലെ ഒരു സ്വെറ്റർ ആൺകുട്ടികൾക്ക് ചേരുമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം എന്തായാലും സൈസ് വലുതാണ്, അപ്പം സ്വാഭാവികമായും ചേരുമായിരിക്കും എന്നവള് മറുപടി കൊടുക്കും. ബോറ ആ വീട്ടിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ വീട് നോക്കാനായിട്ട് ആള് വരും. ഭൂമി തിരിച്ചു വരുന്നുണ്ടെ ആൾക്കാർ ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് മാറുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ വീട് നോക്കാനായിട്ട് പോവാ, നീ വരുന്നോ എന്ന് ചോദിക്കും. ഭൂമി കൂടെ ചെല്ലത്തില്ല. ബോറ എന്നിട്ട് ബ്രോക്കർ ലേഡിയുടെ കൂടെ ഒരുപാട്
ഫ്ലാറ്റ്സ് നോക്കാനായിട്ട് പോകും. വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂമിക്ക് ഒരു മെസ്സേജ് വരും, സ്വെറ്റർ വാങ്ങിക്കാൻ ഞാൻ ഇന്ന് വരട്ടെ, പക്ഷെ പൈസ ഇന്ന് തരത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ എനിക്ക് സാലറി കിട്ടത്തുള്ളൂ, ഞാൻ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുവാണ്, മിലിറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഡിസ്കൗണ്ട് വേണമെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, കാരണം ബാർഗെയിനിങ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. അന്നേരം നമുക്ക് ബോറയുടെ മെസ്സേജ് വരും, ഞാൻ ലീസ് സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്, അതിന് ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കാനായിട്ട് കുറച്ച് പൈസ വേണം, അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോയിട്ട് ഇത്രയും പൈസ നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം, കാർഡ് വീട്ടിലുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് ഒരാളുടെ പേരും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ലാൻഡ് ലോഡ് ആണോ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ അതേന്നാണ് ബോറ പറയുന്നത്. യുവജങ്ങും ബോറയും കൂടി മീറ്റ് ചെയ്യും. അപ്പോൾ വീട് മാറാൻ പോവാണെന്നൊക്കെ അവൾ യുവജങ്ങിൻ്റെ അടുത്ത് പറയും. അന്നേരമാണ് അവിടേക്ക് ജിൻഹോ വരുന്നത്. അപ്പം പുതിയ പാർട്ട് ടൈമർ ആണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ജിൻഹോ ബോറയുടെ ഒരു വലിയ ഫാനാണ്. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ പോലും റേഡിയോ ഷോസ് എല്ലാം കേൾക്കുമായിരുന്നു, ഞാനെല്ലാം വായിച്ചിട്ടുണ്ട്, ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നേരിട്ട് കാണാൻ കൂടുതൽ ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവരെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂജിങ്ങിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അത് ബോറയുടെ പേരിലാണ് മെസ്സേജ് വരുന്നത്. അവൾ നോക്കുന്നുണ്ടെ ബോറ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞിട്ട് കാണിക്കും. നോക്കുന്നുണ്ടെ ബോറയുടെ കയ്യിൽ ഫോണൊന്നുമില്ല, അവൾ മെസ്സേജ് അയച്ചിട്ടുമില്ല. പുറകെ കുറേ മെസ്സേജസ് ഉണ്ട്, എന്താ എനിക്ക് റിപ്ലൈ തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ യൂജിങ്ങിന് സംശയം തോന്നിയിട്ട് ചോദിക്കും, കുറേ നേരം മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബിസി ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ബോറ പറയും. അപ്പോൾ ആ മെസ്സേജ് കണ്ടിട്ടാണ് യൂജിങ് ഇവളെ വിളിക്കുന്നത്. അപ്പോൾ ഇതാകെ പ്രശ്നമാണ്, വേറെ ആരോ നീയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ്, ഇത് മെസ്സേജ് ഫിഷിംഗ് ആണ്, നമുക്ക് സൂക്ഷിക്കണമെന്ന് യൂജും അവളുടെ അടുത്ത് പറയും. ഒരാളെ ഞാനാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്, സൂക്ഷിക്കണം, അത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബോറ എല്ലാവർക്കും മെസ്സേജ് അയക്കും. സൂഹുവിനും ആ മെസ്സേജ് കിട്ടും. ബോറ വീട്ടിൽ വരുന്നുണ്ടേ ബോംബെയുള്ളവർ ചോദിക്കും, ഇതെന്താ മെസ്സേജ്, എനിക്ക് ഇങ്ങനെ മെസ്സേജ് കിട്ടിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആരോ ഞാനാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചതാണ്, അങ്ങനെയാണ് നിനക്കും കിട്ടിയതെന്ന് പറയും. അപ്പം ബോംബെക്ക് ഒരു സംശയം തോന്നും, എങ്ങനെ ഉണ്ടായിരുന്നു, ലീസൊക്കെ സൈൻ ചെയ്തോ, വീട് കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കും. ആ വീടൊക്കെ കണ്ടുപിടിച്ചു, പക്ഷെ ലാൻഡ് ലോഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് സൈൻ ചെയ്യാനായിട്ട് പറ്റിയില്ല, അടുത്ത ആഴ്ചയെ സൈൻ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ബോംബെ ചോദിക്കും, എന്തോ ഈ പറയുന്നത്, ഇങ്ങനെയല്ലേ അയാളുടെ പേര്, ഇതല്ലേ അയാളുടെ അക്കൗണ്ട് നമ്പർ, എൻ്റെ അടുത്ത് ഇത്രയും പൈസ അയക്കാനായിട്ട് പറഞ്ഞില്ലേ, ഞാൻ എത്ര മെസ്സേജസ് അയച്ചു ഒന്ന് നോക്കാനായിട്ട് പറയും. ബോറ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ചോദിക്കും, ഫോൺ പൊട്ടിയെന്നല്ലേ എന്നോട് പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് ശരിയാക്കി കിട്ടിയോന്ന്. അപ്പം പ്രശ്നമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. അന്നേരമാണ് ബോറയ്ക്ക് സൂഹുവിൻ്റെ കോള് വരുന്നത്. അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ബോറ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സുഹുക്ക് ചോദിക്കും, കുറച്ച് മുമ്പേ മെസ്സേജ് അയച്ചത് ഇയാളല്ലേ, പൈസ അയച്ചു തരാൻ പറഞ്ഞത് ഇയാൾ തന്നെ അല്ലേ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ബോറ ഞെട്ടും, കാരണം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ മെസ്സേജ് ഒന്നും അയച്ചില്ല, ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ല എന്ന് ബോറ അന്നേരം പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുമായിട്ട് പോകും. അപ്പം നിങ്ങൾ വീട് ലീസിനെടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ എമൗണ്ട് ചോദിച്ചത്, അവരറിഞ്ഞിട്ടല്ല, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടായിരിക്കാം അവർക്കത് മനസ്സിലായത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് യൂഷ്വലി അവർ ചോദിക്കാറില്ല, ചെറിയ ചെറിയ എമൗണ്ട് ആണ് ചോദിക്കാറ്. ഞങ്ങൾ എന്തായാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും നേരം ആയതുകൊണ്ട് ചിലപ്പോൾ അവർ ആ പൈസ പിൻവലിച്ചേക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ബോംബെ ഇവിടുന്ന് പൊട്ടിക്കരയും. അന്നേരം ഒരു പോലീസുകാരൻ വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പം സംഭവം പറഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത്, ഇപ്പോഴത്തെ യങ്ങ ജനറേഷൻ്റെ പ്രശ്നം ഇതാണ്, അവർ ഫോണിൽ നിന്ന് കണ്ടെടുക്കത്തില്ല, ചുറ്റും നടക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, ഡ്രാമയൊക്കെ കണ്ടിങ്ങനെ നടക്കും, ന്യൂസൊക്കെ പലപ്പോഴും കാണണം, എങ്കിലല്ലേ ചുറ്റും നടക്കുന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, എന്തുമാത്രം അവയർനെസ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയതാണ്, അത് വല്ലതും കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റുമായിരുന്നു, എങ്കിൽ ഇതൊന്നും പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ ബോമി കുറെ കൂടെ കരയും. അവൾ കരയുന്ന കണ്ടിട്ടും ഇയാൾ വീണ്ടും ഇങ്ങനെ പറയുന്നതാണ്. അന്നേരം ബോറയ്ക്ക് ദേഷ്യം വരും, നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്നത്, സ്കാമേഴ്സിനല്ലേ ബ്ലെയിം ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടുപിടിക്കണം, ഇത്ര റൂഡായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ പോലീസുകാരാണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഒന്നും മോഷണം പോകത്തില്ല എന്നുണ്ടോ, ഡോക്ടേഴ്സ് ആണെങ്കിലും അസുഖമൊക്കെ വരും, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്, അവരത്രയും പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അന്നേരം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അന്നേരത്തേക്ക് സുഹുവും അവിടെ വരും, വേറൊരു വിക്ടിം കൂടി ഉണ്ടെന്ന് ബോറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ തിരിച്ചു കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞ ബോബി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് കരയും. അന്നേരമാണ് സുഹുക്ക് ഇറങ്ങി വരുന്നത്. അവനാണെങ്കിൽ ബോറെ മൈൻഡ് ചെയ്യാതെ അവന്റെ പൈസ പോയല്ലോ, ആ ദേഷ്യത്തിലും സങ്കടത്തിലും നടന്നു പോകും. ബോറെ പുറകെ ചെന്ന് ചോദിക്കും, എന്തിനാണ് അങ്ങനെ മെസ്സേജ് കിട്ടിയോണ്ടേ പൈസ അയക്കാനായിട്ട് നിന്നത്, നമ്മളത്ര ക്ലോസ് ഒന്നും അല്ലല്ലോ, ഞാൻ പൈസ ചോദിക്കുമെന്ന് എന്തിനാണ് വിചാരിച്ചതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അയച്ചു കഴിഞ്ഞ ശേഷം എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു, അന്നേരം ഞാൻ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ പൈസ തിരിച്ചു കിട്ടിയേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവന് ദേഷ്യം വരും. അപ്പോൾ എന്റെ തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇയാൾ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ അവള് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇനി നമ്മൾ തമ്മിൽ കാണരുത്, കണ്ടാൽ തന്നെ എന്നെ അറിയാത്ത ഭാവത്തിൽ പോകണം, ഞാൻ ആക്സിഡന്റ് പറ്റി കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയുന്നത്, ഇയാളുടെ
എല്ലാ മോശാവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാണാനും അറിയാനും ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് എൻ്റെ അടുത്ത് പൈസ ചോദിക്കത്തില്ല എന്നൊന്നും വിചാരിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു. അത്രയും അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചത് എന്നേ ഞാൻ വിചാരിച്ചോളൂ. കുഴപ്പമൊന്നുമില്ല, എൻ്റെ പൈസ പോയത് ഇയാൾ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇയാടെ ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, ഇയാൾക്ക് സമാധാനമായോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ട് ബോംബെ എഴുന്നേറ്റ് ചെല്ലുന്നില്ല. അന്നേരം ബോറാണെങ്കിൽ ന്യൂസ് എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കും. തന്നെ ഇപ്പം ഒരുപാട് പേരെ ഇതുപോലെ സ്കാം ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും ഡോക്ടേഴ്സിനെയും ലോയേഴ്സിനെയും വരെ അവർ സ്കാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിന്റെ പേര് പറയും. തന്നെ അവരെ പറ്റിച്ചുകൊണ്ട് പോയി. അവരൊക്കെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇവരൊക്കെ പറ്റിക്കപ്പെട്ടില്ലേ, നമ്മൾ മാത്രമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി ആശ്വസിപ്പിക്കും. എല്ലാ പൈസയൊക്കെ പോയല്ലോ, അതുകൊണ്ട് ബാഗ് വിറ്റ് കിട്ടിയ പൈസ ഭൂമി ബോറെ ഏൽപ്പിക്കും. വീട് മാറാൻ പോവല്ലേ, ഇപ്പൊ ഇത്രയും പൈസയൊക്കെ ഇല്ലാതായില്ലേ, ഇത് കൈ വെച്ചേക്കാൻ പറയും. അപ്പം അതോർത്താണ് ഇത്രയും വിഷമിച്ചത്. അത് സാരമില്ല, എൻ്റെ കയ്യിൽ വേറെ പൈസയൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ചോദിക്കും ഇത് എവിടുന്നാ കിട്ടിയെന്ന്. അപ്പം ബോറയ്ക്ക് ഭൂമി ആ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സൈറ്റിൽ എല്ലാം അപ്ലോഡ് ചെയ്തെല്ലാം കാണിച്ചു കൊടുക്കും. ഭൂമിയെ വഴക്ക് പറഞ്ഞാന്ന് ചോദിച്ചിട്ട് യൂജൻ വിളിക്കും. ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് തകർന്നിരിക്കുന്ന ഒരാളെ വഴക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? മെസ്സേജിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഞെട്ടലും കരച്ചിലും ഒക്കെയാണ്. ഞാനൊന്നും പറയാൻ പോയില്ല എന്ന് ബോറ പറയും. പിന്നെ ഇപ്പൊ വീട് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ബോറ പറയും. ഈ സംഭവങ്ങൾക്കൊക്കെ ഇടയിൽ ഇവള് മെയിൽ ചെക്ക് ചെയ്തിട്ട് ഒത്തിരി നാളായി. ആ ബ്രേക്കപ്പിന്റെ സമയം മുതൽ ഇവള് മെയിൽ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കോൺട്രാക്ടിന്റെ കാര്യമൊന്നും അവൾ അറിയാതിരുന്നത്. യൂജങ്ങിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മെയിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ പോവുകയാണ്. അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് അവളുടെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാങ്ജിന്റെ മെയിൽ കാണും. ഇവളെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് ആണ് സാങ്ജിന് ഓഫർ ചെയ്തിരുന്നത്. അപ്പൊ ആ ഓഫർ ലെറ്റർ ഒക്കെ ഇപ്പോഴാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഇവിടെ അന്തം വിടും, കാരണം അത്രയും വലിയ എമൗണ്ട് ആണ് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ സാങ്ജിനെ യൂജങ്ങിന് പരിചയമുണ്ടല്ലോ, പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്, ആളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ബോറ ചോദിക്കും. അപ്പോൾ പറയും ഒരു വലിയ വെൽത്തി ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, പിന്നെ പബ്ലിഷിംഗ് കമ്പനി അത്രയും ചെറുതാണെന്നൊന്നും വിചാരിക്കേണ്ട, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ആ പബ്ലിഷിംഗ് കമ്പനി ഇരിക്കുന്ന ബിൽഡിംഗ് ഒക്കെ സാങ്ജിന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോൾ സുഹൂക്കിന് സാങ്ജിന്റെ മെസ്സേജ് വരും. ബോറയുടെ മെസ്സേജ് പോലെ തന്നെയാണ്, എനിക്കിപ്പോൾ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല, എന്നെ വിളിക്കരുത്, മെസ്സേജ് അയച്ചാൽ മതി, കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ട്, അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടുകൊണ്ട് ഇവൻ അനങ്ങത്തില്ല. ശരിക്കും സാങ്ജൻ ജിമ്മിലായിരുന്നു. അപ്പോൾ പുറകിൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അന്നേരം തന്നെ ചെയ്യണമായിരുന്നു. സുഹൂക്ക് പൈസ അയച്ചു കൊടുക്കാനുണ്ട്, സാങ്ജൻ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. സുഹൂക്കാണെങ്കിൽ വോയിസ് ഫിഷിംഗ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട്, മെസ്സേജ് ഫിഷിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് മറുപടി അയക്കുന്നത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ജോലി എടുത്ത് പൈസ ഉണ്ടാക്കണം, ആൾക്കാരെ പറ്റിച്ചല്ല ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് കാണുമ്പോൾ സാങ്ജന് ദേഷ്യം വരും. എന്നെ ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ ഒരു അത്യാവശ്യത്തിനല്ലേ നിന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ വരെ അയച്ചു തന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സാങ്ജൻ ഒരുപാട് ദേഷ്യപ്പെടും. അപ്പൊ ഇവർ കാര്യം പറയാൻ വയ്യ. പിന്നെയും സാങ്ജൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും സാങ്ജന് നന്നായിട്ട് വിഷമമായെന്ന് സുഹൂക്കിന് മനസ്സിലാവും. ഞാൻ വോയിസ് ഫിഷിംഗ് ആണെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണെന്ന് പറയും. അങ്ങനെ എന്തിനാണ് വിചാരിക്കുന്നത്? ആ കറക്റ്റ് സമയത്ത് തന്നെ അങ്ങനെ വിചാരിക്കാനായിട്ട് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും സാങ്ജൻ ദേഷ്യപ്പെടും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. വോയിസ് ഫിഷിംഗ് അതെന്താ നീ അങ്ങനെ വിചാരിച്ചെന്ന് ചോദിക്കുമ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്കൊരു കളിപ്പിരി പറ്റിയായിരുന്നു എന്ന് സുഹൂക്ക് പറയും. എന്ത് പറ്റി, എത്ര രൂപ പോയി എന്നോട് പറയാനായിട്ട് സാങ്ജൻ നിർബന്ധിക്കും. എല്ലാത്തിനും കാരണം ബോറയാണെന്നാണ് സുഹൂക്ക് പറയുന്നത്. ബോറയുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുക എന്നുള്ളത്. ഇനി അവിടെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. എന്നെ പാസിനെ പറ്റി എഴുതി എനിക്ക് കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെന്നൊക്കെ സുഹൂക്കിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായി, അതൊന്നും ഓർക്കാതെ, നാണക്കേടൊന്നും ഓർക്കാതെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് ബോറ വന്നേക്കുന്നത്. 2 പ്രാവശ്യത്തെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ബോറയാണ് അകത്തേക്ക് വരുവാണെന്ന് പറഞ്ഞ് വാതിൽ തട്ടിയിട്ടാണ് ഇവിടെ അകത്തേക്ക് ചെല്ലുന്നത്. ഇവിടെ കാണുന്ന രണ്ടുപേരും അന്തം വിടും. എന്താ കാര്യം എന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പെട്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഇയാൾക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് ബോറ സുഹൂക്കിന്റെ അടുത്ത് ചോദിക്കും.